ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. വന്ന് കുറച്ച് നേരമൊക്കെ കിടന്നു. പിന്നെ എല്ലാവരുടെയും തുണികളും ഷീറ്റും എല്ലാം കഴുകാനൊക്കെ കുറച്ചൊക്കെ കഴുകി കുറച്ചവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ക്യാമ്പ് പോകുന്നതിന് മുമ്പിട്ട് എടുത്ത ഒരു വീഡിയോയാണ്. അതിൽ ഞാൻ കുറച്ച് വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നില്ല, പിന്നിടാന്ന് വെച്ചു. അത് ഇച്ചിരി പ്രശ്നമുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് സമയം എനിക്കതില്ല ഒത്തിരി നേരം ഇരുന്ന് ചെയ്യാൻ. അതുകൊണ്ട് ഞാനത് പിന്നിടാന്ന് വെച്ച് സമയം എടുത്ത് എഡിറ്റ് ചെയ്തതിൽ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുക. അതിൻ്റെ അകത്ത് ഞങ്ങളവിടെ ക്യാമ്പ് മീറ്റിങ്ങിന് അവിടെ ഈ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കത്തില്ലേ, ഈ ബൈബിൾ വേഴ്സൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വെളിയിൽ നിന്നൊന്നും ചെയ്യിപ്പിച്ചില്ല. പിള്ളേരടുത്ത് പറഞ്ഞ് അത് പിള്ളേർക്കൊരു ഇതാവട്ടെ എന്ന് വെച്ച്, ഒരു ആക്ടിവിറ്റി ആവട്ടെ എന്ന് വെച്ച് ഓരോരുത്തരും വേഴ്സ് എഴുതിക്കൊണ്ട് വരണം, അത് ഒട്ടിക്കാൻ. എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സൺഡേ സ്കൂൾ കുട്ടികൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവിടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നേയും അതൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ പോൾമോൻ്റെ ആണോ പ്രൈസമോൻ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. പിന്നീട് എന്തോ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വന്നിട്ട് വീടെല്ലാം ഇങ്ങനെ ഇന്ന് അതാ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുവിൻ്റെ അടുത്ത് ഞാൻ 4 മണിക്ക് ഇന്ന് വരണേന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോയി. നോക്കട്ടെ ആരാന്നോ ബെല്ലടിച്ചേ. ഇപ്പം സമയം 8 മണി. അനു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവളോട് 2 ദിവസം മുമ്പിട്ടേ പറഞ്ഞായിരുന്നു, എടി ഞങ്ങൾ ഇങ്ങനെ 2 ദിവസം പോകും, നീ അന്ന് വരണ്ട, ലാസ്റ്റ് ദിവസം നീ എത്ര നേരം ഇവിടെ, എത്ര മണി വരെ ഇവിടെ ഉണ്ട്? അങ്ങനെ ഇവിടെ 4 മണി വരെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം അന്നേരം ഇവിടെ വരാൻ. അപ്പം ഞങ്ങളൊരു 3:30 കഴിഞ്ഞാണ് ഇവിടെ എത്തി. അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങ് എത്തി. അന്നേരം പറഞ്ഞു അയ്യോ ഞാൻ ഇത്രയും നേരം അവിടെ നിന്നിട്ട് എനിക്ക് ഇച്ചിരി വയറ് വയ്യാതെ ഞാനിങ്ങ് വീട്ടിൽ വന്നത്. ഞങ്ങളൊരു കാര്യം ചെയ്യുന്ന. എന്നാൽ അവൾ പറഞ്ഞു ഞാനൊരു 5:30 ആകുമ്പോഴത്തേന് വരാം. ഞാൻ പറഞ്ഞു നീ പോകുന്നതിന് മുമ്പിട്ട് എന്താ വിളിച്ച് പറയാഞ്ഞേ, ഞാൻ പോവാ. അങ്ങനെയാണെങ്കിൽ നീ പോകുന്നതിന് മുമ്പിട്ട് ഞങ്ങളിങ്ങ് എത്തിയാനായിരുന്നല്ലോ എളുപ്പം. അപ്പോൾ ഞാൻ 5:30 വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ശരി, ഞങ്ങളിപ്പം വന്നതല്ല അവൾ, ഞങ്ങളോടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നീ 6 മണിയാകുമ്പോഴത്തേന് വരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു 6 മണിയാകുമ്പോഴത്തേന് വരാമെന്ന്. ഞാനൊരു 6 മണിക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇച്ചിരി ചായ കുടിച്ചിട്ട് വരാം. അപ്പോഴേ അന്നേരം വീട്ടിൽ റെസ്റ്റ് എടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അവൾ വീട്ടിലല്ല വെളിയിലാണ്, വണ്ടികളുടെയൊക്കെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അന്നേരം അവൾ പറഞ്ഞ്, ഞാൻ പറയാം എന്നിട്ട് അവിടെ നിന്ന് വരാൻ കുറച്ച് സമയം മതിയല്ലേ, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫോൺ ചെയ്തതിനെ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും എടുത്തു. അല്ലെങ്കിൽ ഇവിടെ ആരുടെയെങ്കിലും ഫോൺ വരുമെന്നെങ്കിൽ ഓടിപ്പോയി എടുക്കുന്നതാണ്. അപ്പം ഞാൻ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്, നീ എന്തുവാ ഫോൺ എടുക്കാതെ, വരുമോ വരത്തില്ലയോ എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇങ്ങനെ സംഭവം 2 ദിവസമൊക്കെ അടച്ചിട്ട വീടാ, പിന്നെ ഒന്ന് തുടയ്ക്കണം, നിനക്ക് അറിയാമായിരുന്നല്ലേ, നീ കള്ളം പറയവൽ. ഞാൻ പറയാം എനിക്ക് ഈ കള്ളം ഇഷ്ടമല്ല, നിനക്ക് ഉള്ളത് എന്തുവാന്ന് വെച്ചാൽ നിനക്ക് പറയാൻ വരുമോ വരത്തില്ലയോ എന്തുവാന്നുള്ളത്. അപ്പോൾ വാട്സപ്പിൽ അങ്ങനെ മെസ്സേജ് ഇട്ടേ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചോണ്ടേ അവനാ ഫോൺ എടുത്തത്. അപ്പോൾ അവൻ പറഞ്ഞു അവൾ ഫോൺ കൊണ്ടുപോയില്ല, എൻ്റെ കയ്യില്ല ഫോൺ, അവൾ അങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. 1 മണിക്കൂറായി, 1.5 മണിക്കൂർ അവളെ കാണുന്നില്ല. 7 മണിയാണേ പറഞ്ഞാന്നേ, 6:45 പറഞ്ഞ സംഭവം. അപ്പം ഞാൻ എന്നിട്ട് വീണ്ടും വാട്സപ്പ് മെസ്സേജ് ഇട്ട്, എടി നീ ഇങ്ങനെ കള്ളം പറയല്ലേ, നിനക്ക് എന്തുവാന്ന് വെച്ചാൽ നീ അങ്ങ് എന്നോട് പറയാം, നീ അന്നേരം ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് തെറ്റാ, നീ കള്ളോ പറഞ്ഞത്, നീ വെളിയിലായിരുന്നു അന്നേരം, പിന്നെ ആരോടെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി, നീ സത്യം പറയണമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ അന്നേരം ഇപ്പോൾ ഇവിടെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബെല്ലടിച്ചത്. അന്നേരം പറയും വന്ന് പറയാം, നമ്മളെടി നിനക്ക് വയറ് നിറച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, 2 ദിവസം ഞാൻ ഇവിടെ എല്ലാം വിശദമായിട്ട് പറഞ്ഞതല്ലേ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞ നിനക്ക് വയറ്റ് വേനയൊന്നും ഇല്ലായിരുന്നു, നീ വീട്ടിലല്ലായിരുന്നു, നീ അന്നേരം ഞാൻ ഫോൺ ചെയ്തോടെ വെളിയിലെങ്ങാണ്ടല്ലായിരുന്നു. അന്നേരം പറ ആൻറ്റി ഞാൻ സത്യം പറയട്ടെ, ഞാനേ വിരാറിൽ വീട് നോക്കാൻ പോയാന്ന്.
അവിടെ ഈ പെട്ടെന്ന് പോയി. ഞാൻ പറഞ്ഞു അനു, നീ ഇങ്ങനെ ഈ സമയത്ത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, നീ ഇങ്ങനെ കള്ളം പറയല്ല, അതൊക്കെ കൊച്ചിനെയും ബാധിക്കുവേ, ഉള്ളതങ്ങ് പറയാമായിരുന്നല്ലോ അനി, ഞാൻ ഇങ്ങനെ സംഭവം ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരുമായിരുന്നു, വരാതൊന്നും ഇരിക്കത്തില്ല ആൻറ്റി, അതാ. ഞാൻ പറയാം അതല്ല, നിന്നെ ഇത്രയും നീ ചായ കുടിച്ചിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് വരെ ഇവിടെ എത്ര നേരമുണ്ട്, പിന്നോട്ട് നീ ഫോണും എടുക്കുന്നില്ലല്ലേ. അതാ പറഞ്ഞത്. അവിടെ ആങ്ങള പറഞ്ഞു അവിടെ ചെന്ന് അങ്ങനെ നോക്കിയിട്ട് വന്നെയാ, 5 ലക്ഷം ഇപ്പോൾ കൊടുക്കണം, പിന്നെ ബാക്കി പിന്നെ കൊടുത്താൽ മതി, ലോണൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്ത് വന്നാലും ഞാൻ നിന്നെ ഇനി വെക്കാൻ, എന്ത് വന്നാലും നീ അടുത്ത മാസം കഴിഞ്ഞ് പോകുമല്ലേ, വേറെ ആരെങ്കിലും വെക്കാൻ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ്. എനിക്ക് കള്ളം പറയുന്നതിനോട് ഒട്ടും യോജിപ്പല്ല. സത്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ സംഭവം ഞാൻ ഒന്നീ ലേറ്റാകും, അല്ലെങ്കിൽ ഇന്ന് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളേലും ചെയ്യുമല്ലോ. ഇതിപ്പം വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവളെയും നോക്കിയിരുന്നിട്ട് ഒരു വല്ലാത്ത അവസ്ഥയില്ലേ. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ് കഥ. ഓക്കെ, രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോയാണ്. അപ്പം രാവിലെ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചത്, ഇപ്പം തണുപ്പായതുകൊണ്ട് ഇത്തിരി നേരത്തെ അരച്ച് വയ്ക്കണം. അപ്പോൾ ഇത്തിരി പുളിച്ച് കിട്ടാൻ സമയം എടുക്കുന്നുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കട്ടെ, 2 പാൻ വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ പോൾമോനും ഡാഡി അവിടെ സ്റ്റേ ചെയ്യുവാന്ന്. അപ്പം ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നു, സാധനങ്ങളൊക്കെ 2 ദിവസമാണെങ്കിലും എല്ലാം നമുക്ക് ഒതുക്കി വെക്കണമല്ലേ. അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോയി ഞാൻ പറഞ്ഞില്ലേ സോപ്പൊട്ടിയും പേസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം ഒന്ന് ബാഗിലൊക്കെ ആക്കണ്ടേ. അപ്പം ഞാൻ അവനോട് മെനഞ്ഞാന്നേ പറഞ്ഞ് എടുത്ത് കുറച്ച് നിൻ്റെ സാധനങ്ങളുള്ളതെടുത്ത് വെക്കൂ, എന്നിട്ടെല്ലാം കൂടെ ഒരു സ്ഥലത്തെടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ബാഗിൽ പെട്ടെന്ന് ചെയ്താൽ മതിയല്ലേ. അപ്പം ബാഗെല്ലാം മേളിൽ എടുത്ത് ഇരിക്കുമായിരുന്നു, അതെല്ലാം എടുത്ത് താഴെയാക്കി. അപ്പം ഇനിയും ഞാൻ പറഞ്ഞു നിങ്ങളങ്ങ് രാവിലെ അതങ്ങ് അടുക്കി പറക്കാൻ നോക്കുന്നു. നമ്മളിപ്പോൾ 2 ദിവസമെന്ന് പറയുകയാണെങ്കിലും അടുക്കി പറക്കി വരുന്നുണ്ടെങ്കിൽ ചിലപ്പം പിന്നെ എന്തെങ്കിലും മറന്നാലും ഞങ്ങൾ പോയി വരുമായതുകൊണ്ട് അത് കൊണ്ടുപോകാമെന്ന് വെക്കാം. അങ്ങനെ ഒരു ടെൻഷൻ. എന്നാലും അടുക്കി പറക്കാനുള്ളത് അടുക്കി പറക്കണ്ടേ. അപ്പം ഞാൻ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങയും ഉള്ളിയും ഇന്ന് ചുമന്നതാണ് ഉണ്ടാക്കിയത്, ചുമന്ന ചമ്മന്തി. മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് അരച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടുകടലയും കൂടെ ഇട്ടിട്ട്, പൊട്ടുകടല ഇട്ടിട്ട് ഒത്തിരി അങ്ങ് ഭസ്മം പോലെ നമ്മൾ പേസ്റ്റ് പോലെ അരയ്ക്കത്തില്ല, ഒരു ഇച്ചിരി ഒരു സ്വല്പം പീസ് ഇങ്ങനെ തൊടുമ്പം തരി പോലെ കാണും, അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ കടുക് വറക്കുന്ന പോലെ ഇത് അങ്ങനെ ഒത്തിരി ഒന്ന് തിളപ്പിക്കണം. ഒന്നീ നമുക്ക് ഇങ്ങോട്ട് കടുക് ഇട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ ചട്നി. കാരണം ഈ കടലയാകുമ്പോൾ പൊട്ടുകടല ചേർക്കുമ്പോൾ ഒരു ഇത്തിരി ചൂടാകുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് തിക്കായി കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതായത് നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു. ചിലപ്പം പോള് പറയും എനിക്ക് ചട്നി വേണമെന്ന്. ചട്നി ഇന്നുണ്ടാക്കിയുണ്ടേ അവനിത്തിരി, കാരണം അവൻ അതുമല്ല, അവൻ എവിടെയെങ്കിലും പോവുകയെന്ന് അറിയുന്നുണ്ടേ. എനിക്കും അതുപോലെ. നമ്മളിപ്പം എവിടെയെങ്കിലും യാത്ര ചെയ്തെന്ന് അറിയുമ്പം വിശപ്പൊന്നും കാണത്തില്ല, ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അവനോട് രാവിലെ എണീറ്റ് എളുപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ അവന് വേണ്ടെന്ന്. നമ്മളെടാ ചട്നി എടാ കഴിക്കടാ, വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ പറഞ്ഞെടാ അവിടെ ചെന്ന് പിന്നെ ഇനി അവിടെ 2 മണിക്കാണ് ഇവർ ഇവിടെ അവിടെ എത്തേണ്ടത്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്നാൽ ഉച്ചയ്ക്കൂടെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നാലും അവന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അവന് ഉച്ചയാകാറായപ്പോഴാണ് നിർബന്ധിച്ച് പിന്നെ കൊടുപ്പിക്കുമായിരുന്നു. പിന്നെ രാത്രി അവിടെ നിന്ന് ഫുഡുണ്ട്. അപ്പം ഈ റീച്ചാൻ്റെ ഒരു സ്വഭാവമുണ്ട്. പോളാന്നേലും പ്രൈസനാന്നേലും, പോളിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ അങ്ങനെ ചെയ്തു. കൊച്ചിനെ ആണെങ്കിലും പ്രൈസനെ ഇപ്പോഴും ചെയ്യും. വേണ്ടാന്ന് പറയുമ്പോൾ റീച്ചാൻ കഴിക്കാൻ എടുക്കുമ്പോഴോ വല്ലതും ആണെങ്കിൽ പറയും വായി വെച്ച് കൊടുക്കും, ഒരു ടേസ്റ്റ് നോക്കും, ഒന്ന് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ പ്രൈസനാണെങ്കിലും അങ്ങോട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഇവർക്ക് വേണ്ടെന്ന് പറയുമ്പോൾ കഴിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ അങ്ങ് കഴിക്കും. പിന്നെ ഇന്ന് പോളിനും ആ ഐഡിയ റീച്ചാൻ കാണിച്ചേ, 1 മിനിറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് അവനുള്ളത് എടുക്ക്, ഒരു ദോശ ഇങ്ങോട്ട് എടുക്ക്, ഞാൻ നോക്കട്ടെന്ന്. അപ്പോൾ അടുക്കളയിൽ വന്ന ആൾ എല്ലാം
ഒരുങ്ങി പോകാനായിട്ട്. എന്നാലും നമ്മൾ അമ്മമാരാകുമ്പം രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ പിള്ളേർ പോകുകയെന്ന് വെക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അതുകൊണ്ട് എനിക്കൊരു വിഷമം കഴിക്കാതെ പോകുന്നല്ലോ എന്ന് ഓർത്തപ്പം. അപ്പം റീച്ചാൻ ആ ഐഡിയ കാണിച്ചോണ്ടേ അവൻ ചട്നി കൂട്ടി കഴിച്ചോണ്ട് ചട്നിയുടെ ടേസ്റ്റ് കൊണ്ട് അവൻ കഴിച്ചു. അപ്പോൾ ചട്നി ഇച്ചിരി ഞാൻ പറയില്ല ഇച്ചിരി അത് ചൂടായണേ അത് ഒത്തിരി കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തുയി ഓഫാക്കി. ഇനി എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കട്ടെ. ഇനി 2 മതിയോ? ചെറുതായത്. കറി എന്തൊത്തി വേണം? ഇവിടെ സൈഡ് വേണോ വേറെ പാത്രത്തിൽ വേണോ? സൈഡിൽ തരണോ? അപ്പോൾ പ്രൈസിന് കഴിക്കാൻ അവൻ രാവിലെ തയ്യാറായി വന്ന്. ചട്നി, ചുമന്ന ചട്നി അവന് ഇഷ്ടമാണ്. അപ്പോൾ ചട്നി കണ്ടോണേ ഞാൻ ചോദിച്ചു ബൗളി വേണോ സൈഡിൽ മതിയോ? അവന് സൈഡിൽ ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. 2 കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് കൂടിയുണ്ടേ വന്ന് പിന്നെയും ഒരെണ്ണം കൂടെ എടുത്ത് കഴിച്ചു. ഈ കട്ടി കുറഞ്ഞത് അവനും ഇഷ്ടം. രാവിലെ ഇവരെല്ലാം ഒന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുക ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് താന്ന് പറഞ്ഞൊക്കെ പിന്നെ പുറകെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേഴ്സ് എഴുതിക്കൊണ്ട് പോകണമായിരുന്നു. അപ്പം ഇന്നലെ തൊട്ടുള്ള പരിപാടി, ഇന്നലെ തൊട്ട് അതെല്ലാം ഇങ്ങനെ എഴുതി. റീച്ചാനും ഒന്ന് ഹെൽപ്പ് ചെയ്തു, പക്ഷേ പോൾമോനെ ഹെൽപ്പ് ചെയ്തില്ല. പോൾമോൻ അന്ന് ഇതാണ്ട് ഇതാണോ നിങ്ങൾക്ക് മീൻസ് ഈ ഡ്രോയിങ് ഒക്കെ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായത്, ഇപ്പോൾ ആ ടേബിളിൽ ഇരുന്ന് ചെയ്തതാണോ ഇതാണോ എന്ന് പറയണേ. അത് പോൾമോൻ പറഞ്ഞു ഒന്ന് ചോദിരും മമ്മി എന്നെല്ലായിടത്തും. ഇത് പിന്നെ മറ്റേത്. അപ്പോൾ പോൾമോൻ അന്ന് 9:30 ചെയ്യാൻ തുടങ്ങിയിട്ട് 3:30 ഇതും കൊണ്ടിരിക്കുമായിരുന്നു. പോൾമോൻ തന്നെ ചെയ്തത്. കൊച്ചവനെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. ഞാൻ അടുക്കളയിൽ നിന്ന് നോക്കിയുണ്ടെ ഈ 10 നമ്പറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുക. അപ്പോൾ ഈ കഴ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, ആ കഴ അഴിക്കണം. അപ്പം മേളിലൊക്കെ കെട്ടിയേക്കുന്ന കഴ അഴിക്കാൻ താഴെ നിന്ന് ഒരാൾ നിന്നിട്ട് ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ മേപ്പോട്ട് കൊടുക്കും. എന്നിട്ട് അത് ആ പുള്ളിക്കാരൻ കഴകെ കെട്ടിയിട്ട് താഴെ ഇറക്കി കൊടുക്കും. എന്നിട്ട് ഈ പുള്ളി അങ്ങോട്ട് എല്ലാം ഒതുക്കി വെക്കുക. ഞാൻ ചിന്തിക്കും ദൈവമേ എന്ത് ബുദ്ധിമുട്ടിയാണ് അവർ ഈ ജോലി ചെയ്യുന്നത്. ആ കെട്ടിയ കഴകളെല്ലാം മേളിൽ നിന്ന് കയറ് മേളിലോട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും താഴെ ഇറക്കണം. എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് നോക്കാം അവർ ചെയ്യുന്നത്. പിന്നെ ഡാഡിയുടെ ബാഗൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണമായിരുന്നു. ഡാഡി തന്നെ എല്ലാം കൂടെ ഞാൻ നോക്കിയോണ്ടേ എടുത്ത് അതിൻ്റെ അകത്ത് എടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല എടുത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ വന്ന് അതെല്ലാം ഒന്ന് ഒതുക്കി അതാത് സ്ഥാനത്ത് വെച്ച് ഡാഡി എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ട്. അപ്പോൾ സ്ഥലവും ഇല്ല, നമ്മൾ ഒതുക്കി വെക്കുമ്പം അത്രയും സ്ഥലം കിട്ടും. അപ്പോൾ അവിടെ ഇപ്പം തണുപ്പല്ലേ, അവിടെ നല്ല ഈ മരങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പോൾ സ്വെറ്ററൊക്കെ വേണം. അപ്പം എനിക്കൊന്നും അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ രാവിലെ ഞങ്ങൾ പോകുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം 4 ദിവസം കൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഈ ചെറുക്കൻ കഴിച്ചതുമില്ല. ഈ ചെറുക്കൻ അപ്പോഴത്തേക്കിന് തയ്യാറായി പോകാനായിട്ട് അവനങ്ങ് വെപ്രാളു. ഇപ്പം സമയം ഒരു 1 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ പ്രൈസം മോനാ നിന്ന് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇട്ട് ഓട്ടിക്കുന്നത്. അവൻ മൊബൈൽ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആക്ഷൻ കാണിക്കും. ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു തലയും വാലും ആണോടാ എടുക്കുന്നത്, കറക്റ്റ് എടുക്കാൻ പറഞ്ഞ്. അപ്പോൾ റീച്ചാൻ അവന് കൊടുക്കാൻ തുടങ്ങിയാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് റീച്ചാൻ അങ്ങ് മാറി നിന്നതാണ്. അവൻ തന്നെ ഒരു പീസ് എടുത്ത് തിന്ന്. പിന്നെ അങ്ങ് റീച്ചാൻ അത് തന്നെ അങ്ങ് കൊടുത്ത്. അപ്പോൾ അവൻ ചട്നി ഇഷ്ടമായിരുന്നേ വീണ്ടും താന്ന് പറഞ്ഞു. ഇത് മഹാലോക യുദ്ധം കഴിഞ്ഞിട്ടുള്ള മുറിയാണ്. പിന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവർ 3 കൂടെ പോയത്. അപ്പോൾ റീച്ചാൻ അവരുടെ വീടിൻ്റെ അവിടെ വരെ ഇവനെ കൊണ്ടുവിട്ട് പിന്നെ അവരവിടെ നിന്ന് റിക്ഷ പിടിച്ച് പോകുമായിരുന്നു. അപ്പോൾ ഇവർ നേരത്തെ അവിടെ പോയിട്ട് തലേന്നേ പോൾമോനും ഇവരെല്ലാം പോയി അവിടെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാൻ എല്ലാം ഓരോന്നൊക്കെ റൂമിൻ്റെ വെളിയിൽ നിന്നൊക്കെ ഡാർജിലിങ്, ഒറീസ, ജാൽന അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ തലേന്നേ വരുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വിളിക്കാൻ വിളിക്കാൻ പോകണം, അവർക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അങ്ങ് തലേന്നേ അങ്ങ് പോയി. ഇവർ മാത്രമല്ല വേറെ നമ്മുടെ ചർച്ചിൻ്റെ ബ്രാഞ്ചുണ്ട്, അവിടെ നിന്നുള്ള യങ്സ്റ്റേഴ്സൊക്കെ പിള്ളേർ വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാവരും കഴിച്ചതിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്.
പിന്നെ ഇന്ന് തുണി കഴുകി, പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ അവിടെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞ് അന്നിങ്ങ് തന്നു വിട്ടാൽ അങ്ങ് നമുക്ക് രാത്രി വന്ന് കഴുകാമല്ലേ. അപ്പോൾ പ്രീസൻ്റെ ഞാൻ മൊബൈൽ വാങ്ങിച്ച് വെച്ച്, അപ്പം പിന്നെ അങ്ങനാണെങ്കിൽ അവൻ പിന്നെ ഇരുന്ന് ചിലപ്പോൾ തന്നെത്താനിരുന്ന് ഒന്നീ ടോയ്കൾ കൊണ്ട് കളിക്കും, അല്ലെങ്കിൽ തന്നെത്താനിരുന്ന് പാട്ടുണ്ട് കാര്യം പറച്ചിലുമാണ്. ഞാൻ സൗണ്ട് കേട്ടിട്ട് പോയെന്ന് നോക്കിയതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.